വയനാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായിട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതെവിടെയാണ്? ജയിപ്പിച്ച് വിട്ടതല്ലേ, ഇനി അനുഭവിക്കുകയല്ലാതെ മറ്റു വഴിയില്ലല്ലോ. സമൂഹ മാധ്യമങ്ങളിലെ ഈ വികാര പ്രകടനങ്ങൾ കാണുമ്പോൾ തോന്നും കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ജനപ്രതിനിധി സുരേഷ് ഗോപിയാണെന്ന്. 2019 ആദ്യമായി തൃശ്ശൂരിൽ ഒരു ലോക്സഭാ ഇലക്ഷൻ അഭിമുഖീകരിച്ച സുരേഷ് ഗോപി അവിടെ പരാജയപ്പെട്ടു. അന്ന് അതിന് യഥാർത്ഥ വർഗീയവാദികൾ കണ്ടെത്തിയ കാരണം അയാൾ ഒരു വർഗീയവാദിയാണെന്നായിരുന്നു. 2021 വീണ്ടും തൃശ്ശൂർ തട്ടകമാക്കി നിയമസഭാ മത്സരത്തിനിറങ്ങിയ അദ്ദേഹത്തിന് വീണ്ടും കാലിടറി. അപ്പോഴും അയാൾ വർഗീയവാദിയായിരുന്നു. ഓരോ മത്സരം പരാജയപ്പെടുമ്പോഴും സ്നേഹം കൊണ്ട് മനസ്സ് കീഴടക്കുന്ന സുരേഷ് ഗോപിക്ക് ഒടുവിൽ തൃശ്ശൂരിലെ ജനത അവരുടെ ഹൃദയം തന്നെ നൽകി. അത്രയും നാൾ വർഗീയവാദിയെന്ന് ചാപ്പ കുത്തിയ എതിരാളികളുടെ മുന്നിലൂടെ അയാൾ മുസ്ലിം പള്ളിയിലേക്കും ക്രിസ്ത്യൻ പള്ളിയിലേക്കും നടന്നു കയറി. ഓരോ മതത്തെയും പഠിക്കാനും ആ മതങ്ങളെ ബഹുമാനിക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ് രാഷ്ട്രീയ എതിരാളികളുടെ തീരാത്തൊരു ആശങ്കയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നോമ്പിന് പള്ളിയിലെത്തിയ സുരേഷ് ഗോപി മുസ്ലിം വിരുദ്ധനാക്കപ്പെട്ടതും ലൂർദ് പള്ളിയിലെ മാതാവിന് സ്നേഹാദരങ്ങളോടെ സമർപ്പിച്ച ഒരു കിരീടം ചെമ്പാണെന്ന് പ്രചരിപ്പിക്കപ്പെട്ടതും. ഇത്രയൊക്കെ കുപ്രചരണങ്ങൾ ഉണ്ടായിട്ടും തൃശ്ശൂരിൽ അദ്ദേഹം ഐതിഹാസികമായ ഒരു വിജയം നേടി കേരളത്തിൻ്റെ ഒരു MP ആയി, ഭാരതത്തിൻ്റെ ഒരു മന്ത്രിയായി. തെരഞ്ഞെടുപ്പ് കാലത്തടക്കം നടത്തിയ അധിക്ഷേപങ്ങൾ അദ്ദേഹം മന്ത്രിയായതിനു ശേഷവും ഓരോ കേന്ദ്രങ്ങളിൽ നിന്ന് തുടർന്നു പോരുന്നുണ്ട്. ചില പ്രത്യേക താല്പര്യമുള്ള മാധ്യമങ്ങളും മനഃപൂർവ്വം സുരേഷ് ഗോപിയെ സമൂഹത്തിൽ മോശക്കാരനായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരം തുടരുന്നുണ്ട്. നിഷ്കളങ്കനായ, മനസ്സു തുറന്ന് സംസാരിക്കുന്ന സുരേഷ് ഗോപിയുടെ നാവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവെന്ന് അദ്ദേഹത്തെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും. സുരേഷ് ഗോപിയുടെ ഈ ദൗർബല്യം മുതലെടുത്തുകൊണ്ടാണ് മീഡിയ വണ്ണും കൈരളിയും അടക്കമുള്ള പ്രത്യേക താല്പര്യങ്ങളുള്ള മാധ്യമങ്ങൾ സുരേഷ് ഗോപിയെ മനഃപൂർവ്വം കുഴിയിലേക്ക് ചാടിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള നിരവധി നീചമായ പ്രവൃത്തികൾ നടന്നുവെങ്കിലും അതിനെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് തൃശ്ശൂരിലെ ജനത സുരേഷ് ഗോപിയെ അവരുടെ പ്രതിനിധിയായി പാർലമെന്റിലേക്ക് അയച്ചു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് വയനാട്ടിൽ ഇപ്പോൾ ഇങ്ങനൊരു വലിയ പ്രകൃതി ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. വിഷയത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയോ പ്രദേശത്തിൻ്റെയോ നിയമസഭാ പ്രതിനിധിയുടെയോ ഇടപെടൽ ഉണ്ടാവുന്നതിന് മുൻപേ സമൂഹ മാധ്യമങ്ങൾക്ക് താല്പര്യം സുരേഷ് ഗോപി ഇതറിഞ്ഞു എന്നതായിരുന്നു. മോഹൻലാൽ, മമ്മൂട്ടിയും അടക്കമുള്ള മലയാളത്തിലെ മുൻനിര താരങ്ങൾ വയനാടിന് സംഭവിച്ച ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രതികരണം എവിടെയും കണ്ടില്ലല്ലോ എന്നായിരുന്നു മറ്റൊരു പരാതി. എന്നാൽ സംഭവ സമയം ഡൽഹിയിലായിരുന്ന അദ്ദേഹത്തിന് കടുത്ത പനി ബാധിക്കുകയും തുടർന്ന് ഡൽഹിയിൽ തന്നെ ചികിത്സ തേടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോഴുണ്ടായിരുന്നത്. തീർത്തും അവശനായ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അവശതകളൊക്കെ മാറ്റിവെച്ച് വയനാട്ടിൽ എത്തണമെന്നായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ പറയുന്നത്. എന്തായാലും അവരുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്. കാലങ്ങളായി തങ്ങളുടെ നേതാക്കന്മാർ മാറി മാറി പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കും ഒക്കെ മത്സരിച്ച് വിജയിക്കുമ്പോഴും അവർക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത് സുരേഷ് ഗോപിയിലാണെന്ന് പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും ഇവരൊക്കെ തുറന്ന് സമ്മതിക്കുകയാണ്. വയനാട്ടിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപേ വയനാടിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച മനുഷ്യനാണ് സുരേഷ് ഗോപി. രാജ്യസഭാ MP ആയിരുന്ന കാലത്തടക്കം അദ്ദേഹം രാജ്യസഭയിൽ വയനാട്ടിലെ വിഷയങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തിയിരുന്ന പാർലമെന്റേറിയനാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ ഓർമ്മയ്ക്കായുള്ള ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ വലിയൊരു ഭാഗവും നടക്കുന്നത് വയനാട്ടിലെ ആദിവാസി ഊരുകളിലൊക്കെയാണ്. സൗജന്യവും സഹായവും കൊടുത്ത സിമ്പതി പിടിച്ചുപറ്റി തൃശ്ശൂരിൽ ജയിച്ചു കയറി എന്ന് പറയുന്ന സുരേഷ് ഗോപി ഒരുപക്ഷെ തൃശ്ശൂരിനേക്കാൾ ഏറ്റവും അധികം സഹായങ്ങൾ നൽകിയിട്ടുള്ളത് വയനാട്ടിലും ഇടുക്കിയിലും അടക്കമുള്ള മലയോര മേഖലയിലെ ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ ശാരീരിക അവശതകളിൽ പോലും തെറ്റ് കണ്ടുപിടിക്കുന്ന സുരേഷ് ഗോപിയുടെ അസാന്നിധ്യത്തെ വെറുപ്പോടെ കാണുന്ന, അത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ കുടിലതയുമായി എത്തുന്ന സങ്കുചിത മനസ്സുള്ള രാഷ്ട്രീയ ജീവികൾ തന്നെയായിരുന്നു വയനാട്ടിൽ പൊട്ടിയ ഉരുളിലേക്ക് വീഴേണ്ടിയിരുന്നത്. എന്തായാലും കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശത്ത് സന്ദർശനം നടത്തിയിരുന്നു. അദ്ദേഹത്തെ അന്നേരം കണ്ടവർക്കറിയാം പൂർണ്ണമായും അസുഖം മാറിയിട്ടില്ല അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തിയത് എന്ന്. കടുത്ത ക്ഷീണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ നിഴലിച്ചിരുന്നു. ക്യാമ്പുകളിൽ വലിയ വിശ്വാസത്തോടെയാണ് സുരേഷ് ഗോപിയെ ജനങ്ങൾ സ്വീകരിച്ചത്. അവർക്കറിയാം കേരളത്തിൽ ഇന്ന് രാഷ്ട്രീയമെന്ന ജോലി ചെയ്യുന്ന ആളുകളെക്കാൾ രാഷ്ട്രീയമെന്ന പൊതുസേവനം ചെയ്യുന്ന സുരേഷ് ഗോപി തങ്ങളെ കൈവിടില്ല എന്ന ബോധ്യം ആ ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ട്. ജനങ്ങളുടെ ഈ ബോധ്യമാണ് അദ്ദേഹത്തെ ഒരു ജനപ്രതിനിധിയാക്കിയത്. അതിനുള്ള വിശ്വാസം അദ്ദേഹം തിരിച്ച് പ്രകടിപ്പിക്കുമെന്നത് തീർച്ച തന്നെയാണ്. പ്രകൃതി ദുരന്തത്തിൽ എല്ലാം മുങ്ങിപ്പോയ, എല്ലാം നഷ്ടപ്പെട്ട കുറേ മനുഷ്യരുടെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം മനസ്സിലാക്കാൻ തക്ക മനസ്സുള്ള മനുഷ്യനാണ് സുരേഷ് ഗോപി എന്ന് ഒരിക്കൽ കൂടി പറയട്ടെ. ഒരു ദുരന്ത സമയമാണ്. ആ സമയത്ത് അവിടെ ഇടപെടുന്ന കേരള സർക്കാരിൻ്റെതടക്കം പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതൊക്കെ എന്ത് തന്നെയായാലും കേന്ദ്രവുമായി സഹകരിച്ച് സംസ്ഥാന സർക്കാരുമായി ചേർന്ന് പുനരധിവാസ പദ്ധതികളും മറ്റുമായി വയനാട്ടിൽ എന്ത് ചെയ്യാനും സുരേഷ് ഗോപി എന്ന തൃശ്ശൂരിൻ്റെ, കേരളത്തിൻ്റെ, ഭാരതത്തിൻ്റെ മന്ത്രി മുന്നിൽ തന്നെ ഉണ്ടാകും എന്നുറപ്പാണ്.